ജീവിതത്തിലെല്ലാം തകർന്ന് വഴിമുട്ടി നിൽക്കുമ്പോൾ ആരും കാണാതെ ഉള്ളം നൊന്ത് കരഞ്ഞിട്ടുണ്ടോ നിങ്ങൾ? നിങ്ങളുടെ ജീവിതത്തിൽ ഈശോയ്ക്ക് നൽകേണ്ട ഒന്നാം സ്ഥാനം ധനത്തിനോ അധികാരത്തിനോ സ്വാർത്ഥ മോഹങ്ങൾക്കോ ജീവിത പങ്കാളിക്കോ മക്കൾക്കോ നൽകിയതുകൊണ്ടാണ് ഇന്ന് ഈ വലിയ ശൂന്യത അനുഭവപ്പെടുന്നത് എന്ന് തിരിച്ചറിയണം നിങ്ങൾ. എന്നാൽ ഭയപ്പെടേണ്ട, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സിംഹാസനം ഈശോയ്ക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാണെങ്കിൽ ആ തകർച്ചയിൽ നിന്നും വലിയൊരു പ്രത്യാശയിലേക്ക് അവിടുന്ന് നിങ്ങളെ ഇന്ന് ഈ നിമിഷം കൈപിടിച്ചുയർത്തും. കത്തോലിക്ക വിശ്വാസപ്രകാരം നമ്മുടെ മുൻപിൽ എപ്പോഴും ദൈവമായിരിക്കണം ഒന്നാമത് നിൽക്കേണ്ടത്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക, സർവശക്തിയോടുകൂടെ സ്നേഹിക്കുക. ഇതാണ് ഒന്നാം പ്രമാണം, കർത്താവ് നൽകിയ ഒന്നാം പ്രമാണം. ഇത് മറന്ന് നാം മറ്റെന്തിനെയെങ്കിലും അമിതമായി ആശ്രയിച്ചാൽ, സ്നേഹിച്ചാൽ, അത് നാം അറിയാണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ വിഗ്രഹമായി മാറും. അത് വിഗ്രഹാരാധനയായി മാറും. പണത്തെയും ദൈവത്തെയും ഒരുമിച്ച് സേവിക്കാൻ സാധിക്കുകയില്ലെന്ന് വചനം തന്നെ വ്യക്തമാക്കുന്നില്ലേ? സ്വന്തം മാതാപിതാക്കളെയും മക്കളെയും സ്നേഹിക്കേണ്ടത് ദൈവത്തിന് പകരമായിട്ടല്ല, മറിച്ച് ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായി ദൈവത്തിന് വേണ്ടിയിട്ടാണ്. ഈ നിമിഷം നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ആ അദൃശ്യ വിഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് ഈശോയ്ക്ക് പ്രഥമ സ്ഥാനം നൽകിയാൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹീതമായി മാറും. ഇപ്പോൾ നിങ്ങളുടെ മുൻപിലുള്ളത് എന്താണെന്ന് തിരിച്ചറിയാൻ ഒരു ആത്മശോധനയ്ക്ക് നിങ്ങൾ തയ്യാറാണോ? പ്രിയ സഹോദര സഹോദരി, ജീവിതത്തിൽ ദൈവത്തിന് നൽകേണ്ട ഒന്നാം സ്ഥാനം ഇന്ന് ആർക്കാണ് അഥവാ എന്തിനാണ് നൽകിയിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ ആത്മശോധന ചെയ്യാൻ ഇതാ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.